അല്ലൂസിനൊരു സൈക്കിൾ മേടിക്കാനായിട്ട് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്, പിന്നെ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ ഗെറ്റ് റെഡി. വേറെ പ്രത്യേകിച്ച് ആഡംബരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയ്ക്കാണ് പോകുന്നത്. ഇളയാൾക്കൊരു സൈക്കിൾ എടുക്കണം, മൂത്ത ആൾക്കൊരു സൈക്കിൾ നോക്കി വെച്ചിട്ട് വരണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കാറില്ല. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ സാഹചര്യത്തിൽ എന്താണോ ഞങ്ങൾക്ക് ഓക്കെ ആവുന്നത് അതുപോലെയാണ് നടക്കാറുള്ളൂ. കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിൽ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടോ. ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി, മതിയായ കാറ്റും മഴയൊക്കെയായിരുന്നു. പിന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ കാക്കൊരു സൈക്കിൾ ഇഷ്ടമായി. അത് മൂത്ത ആൾക്ക് പറ്റിയതായിരുന്നു, അത് വലിയ സൈക്കിളായിരുന്നു. അപ്പോൾ അത് ഏകദേശം കൺഫേം ചെയ്തു. രണ്ടുപേർക്കും കൂടി ഇന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടൈം വളരെ കുറവായിരുന്നു. നമ്മൾ ഷോപ്പിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ തന്നെ അല്ലൂസിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ആ സെയിം കളറില്ല, പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോഡൗണിലൊക്കെ പോയി നോക്കി. അതിൻ്റെ കളർ ചേഞ്ച് ഒരെണ്ണം കൺഫേം ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വണ്ടി കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ, ഇക്കാക്ക് ലേറ്റ് ആവും. അപ്പോൾ വേറൊരു കാർ എടുത്തിട്ട് നേരെ പള്ളിയിലേക്കും പോയി കാർ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടോ. ആക്ച്വലി എനിക്ക് സ്വിഫ്റ്റ് ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ പേടിച്ചിരുന്നാൽ നമ്മൾ പേടിച്ചവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു ധൈര്യത്തിന് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ സേഫായിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.